ഈ വീഡിയോയിൽ ഗിഫ്റ്റഡ് ചിൽഡ്രൻ അല്ലെങ്കിൽ ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒരു ഐഡിയ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ആക്ച്വലി വരുന്നത് എക്സെപ്ഷണൽ ചിൽഡ്രൻ എന്ന് പറയുന്ന ഒരു ബ്രോഡർ ആയിട്ടുള്ള ടോപ്പിക്കിന് അണ്ടറിലാണ്. പക്ഷെ നമുക്ക് സിലബസിൽ ഇറ്റ് സ്പെസിഫിക്കലി ഫോക്കസ്ഡ് ആസ് ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് അങ്ങനെയാണ് പറയുന്നത്. അപ്പം നമുക്ക് അതിലേക്ക് വരാം. എന്താണ് ഇത്, എവിടെയാണ് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നത്, എന്താണ് ഈ എക്സെപ്ഷണൽ ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ അതിലേക്കൊക്കെ നമുക്ക് വരാം. പക്ഷേ അതിനു മുമ്പ് ജൂലൈ 2023 സെറ്റ് എക്സാമിൽ നമുക്ക് ഇതൊന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു ഫോസ്റ്ററിംഗ് ഗിഫ്റ്റഡ്നെസ് ആൻഡ് വി ഹാവ് ദി ഓപ്ഷൻസ് സെപ്പറേറ്റ് സ്കൂൾസ്, എബിലിറ്റി ഗ്രൂപ്പിംഗ്, ട്രിപ്പിൾ ട്രാക്ക് പ്ലാൻ ആൻഡ് ഡബിൾ പ്രൊമോഷൻ. അപ്പം 4 ഓപ്ഷൻസ് നമുക്ക് തന്നിരിക്കുകയാണ്. സോ അതിനകത്ത് ഈ ഗിഫ്റ്റഡ്നെസ്സിനെ ഫോസ്റ്റർ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ കുറച്ച് നന്നായിട്ട് എൻഹാൻസ് ചെയ്യാൻ ഉപയോഗിക്കാൻ സാധിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഐഡന്റിഫൈ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. So giftedness എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഫോസ്റ്ററിംഗ് ഗിഫ്റ്റഡ്നെസ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ഗിഫ്റ്റഡ് ചിൽഡ്രൻ ഓർ ഗിഫ്റ്റഡ് സ്റ്റുഡൻസ്. അപ്പോൾ അവരുടെ ആ ഒരു ഗിഫ്റ്റഡ്നെസ് അല്ലെങ്കിൽ അവർക്കുള്ള ആ ഒരു എബിലിറ്റീനെ എൻഹാൻസ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ സാധിക്കുന്ന എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള സപ്പോർട്ട് എന്താണ്, അതാണ് ബേസിക്കലി ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ എന്താണ് ഗിഫ്റ്റഡ് സ്റ്റുഡൻസ്, അവരുടെ എഡ്യൂക്കേഷണൽ നീഡ്സ് എന്താണ്, അല്ലെങ്കിൽ ഗിഫ്റ്റഡ് ചിൽഡ്രനെ നമുക്ക് ഏത് ഒരു കാറ്റഗറിയിലാണ് പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും, ഇതിനെക്കുറിച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം. സോ അവിടെയാണ് ഈ എക്സെപ്ഷണൽ ചിൽഡ്രൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആവുന്നത്. സോ ദിസ് ഇസ് ഹൗ യു നീഡ് ടു സ്റ്റഡി തിങ്സ്. അതായത് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അല്ലെങ്കിൽ സിലബസിലൊരു ടോപ്പിക്ക് കാണുമ്പോൾ അത് എന്താണ്, അത് എവിടെയാണ് പ്ലേസ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, ഇങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുന്നത് വളരെ ഹെൽപ്ഫുൾ ആണ്. ബിക്കോസ് നമ്മൾ ഒരു ക്വസ്റ്റിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അടുത്ത തവണ ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് ഒരു എക്സ്റ്റെൻഡഡ് ക്വസ്റ്റ്യൻ മേ ബി ആ ഒരു പെർട്ടിക്കുലർ ഏരിയയോട് അസോസിയേറ്റ് ചെയ്യാവുന്ന ഒരു ഏരിയയിൽ നിന്നൊരു ചോദ്യം ചോദിച്ചേക്കാം. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ അസോസിയേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് നമുക്ക് സാധിക്കും. എനിവേ, എന്താണ് ഈ എക്സെപ്ഷണൽ ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ? So exceptional children are those who deviate significantly from the normal ones. An exceptional child deviates from the normal or average child in mental, physical and social characteristics to such an extent that he or she requires a modification of school practices or special education services or supplementary instruction in order to develop his maximum capacity. സോ ഇവിടെ എന്താ ഈ എക്സെപ്ഷണൽ ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ കുട്ടികളിൽ നിന്നും എന്തോ ഡിഫറൻസ് ആയിട്ട് അല്ലെങ്കിൽ എന്തോ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുട്ടികൾ. സോ ദേ ആർ ഡിഫറെൻറ്റ് ഫ്രം ദി നോർമൽ വൺ. സോ ദേ ഹാവ് എ സിഗ്നിഫിക്കൻറ്റ് ഡീവിയേഷൻ. സാധാരണ ഇപ്പോൾ ഒരു പ്രായത്തിലുള്ള കുട്ടിയിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിൽ നിന്നും എന്തോ ഒരു ഡീവിയേഷൻ, എന്തോ ഒരു മാറ്റം ഈ കുട്ടിക്കുണ്ട്. അങ്ങനെയുള്ള കുട്ടികളെയാണ് നമ്മൾ എക്സെപ്ഷണൽ ചിൽഡ്രൻ എന്ന് പറയാം. സോ എക്സെപ്ഷണൽ ചിൽഡ്രൻ തന്നെ അവർക്ക് പല രീതിയിലുള്ള എക്സെപ്ഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മെൻ്റൽ അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള എക്സെപ്ഷണൽ കിഡ്സ് ഉണ്ടാവും, അല്ലെന്നുണ്ടെങ്കിൽ ഫിസിക്കലി എന്തെങ്കിലും എക്സെപ്ഷനാലിറ്റീസ് ഉള്ള കുട്ടികളുണ്ടാവാം, സോഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉള്ളവരുണ്ടാവാം. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ എക്സെപ്ഷണൽ ചിൽഡ്രനെ കാറ്റഗറൈസ് ചെയ്യും. ഇപ്പോൾ ഫിസിക്കൽ എക്സെപ്ഷണൽ അല്ലെങ്കിൽ ഫിസിക്കലി എക്സെപ്ഷണൽ ആയിട്ടുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇപ്പം എന്തെങ്കിലും സംസാരിക്കാൻ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ കേൾക്കാനായിട്ട് ബുദ്ധിമുട്ടോ കാണാനായിട്ട് പ്രയാസമോ ഇങ്ങനെയൊക്കെയുള്ള കുട്ടികളാണെങ്കിൽ ദേ ആർ ഫിസിക്കലി എക്സെപ്ഷണൽ എന്ന് പറയാം. സോഷ്യലി എക്സെപ്ഷണൽ ആയിട്ടുള്ള കുട്ടികളുണ്ട്, എന്തെങ്കിലും സോഷ്യൽ സിറ്റുവേഷൻസ് കൊണ്ട് അവർ ആ ഒരു പ്രായത്തിലുള്ള സാധാരണ കുട്ടികളെക്കാളും അവർക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ സോഷ്യലി ഉണ്ടെങ്കിൽ ദേ ആർ എക്സെപ്ഷണൽ ഇൻ നേച്ചർ. സോ അവിടെ വരുന്ന ഒരു കാറ്റഗറിയാണ് മെൻ്റലി എക്സെപ്ഷണൽ അല്ലെങ്കിൽ ഇൻ്റലക്ച്വലി എക്സെപ്ഷണൽ എന്ന് പറയുന്നത്. സോ ആ ഒരു ഇൻ്റലക്ച്വലി എക്സെപ്ഷണൽ ആയിട്ടുള്ള കുട്ടികളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ ഈ ഇൻ്റലക്ച്വലി എക്സെപ്ഷണൽ ആയിട്ടുള്ള കാറ്റഗറിയിലാണ് ഈ ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾ വരുന്നത്. അപ്പം അങ്ങനെ എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഈ എക്സെപ്ഷണൽ ചിൽഡ്രനെ കുറിച്ച് പഠിക്കുക അല്ലെങ്കിൽ അവരെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ഒരു എഡ്യൂക്കേഷണൽ പെർസ്പെക്റ്റീവിൽ സിഗ്നിഫിക്കൻ്റ് ആയി വരുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് അങ്ങനെയുള്ള കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അവരുടെ റിക്വയർമെൻറ്റ്സിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ അതാണ് എക്സെപ്ഷണൽ ചിൽഡ്രനെ കുറിച്ചൊരു ഓവറോൾ അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പോൾ അവിടെ ഇൻ്റലക്ച്വൽ, ഫിസിക്കൽ, സോഷ്യലി ഒക്കെ എക്സെപ്ഷണൽ ആയിട്ടുള്ള കുട്ടികളുണ്ടാവും. സോ ഈ സെഷനിൽ നമ്മൾ പെർട്ടിക്കുലർലി നോക്കുന്നത് ഇൻ്റലക്ച്വലി എക്സെപ്ഷണൽ ആയിട്ടുള്ള കുട്ടികളെ കുറിച്ചാണ്. സോ ഇൻ്റലക്ച്വലി എക്സെപ്ഷണൽ അല്ലെങ്കിൽ മെൻ്റലി എക്സെപ്ഷണൽ എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ ടൈപ്പ് അല്ലെങ്കിൽ എന്തൊക്കെ ഗ്രൂപ്പ്സ് ഉള്ളത്? ദ ഗിഫ്റ്റഡ് ഉണ്ട്, ദ ബാക്ക്വേർഡ് ഉണ്ട്, the mentally retarded ഉണ്ട്, the creative, the underachiever, the learning disabled. So these are the intellectually exceptional categories of students or children. So gifted എന്ന് പറഞ്ഞാൽ എന്താ? അവർക്കുള്ള ആ ഒരു കപ്പാസിറ്റീനേക്കാളും എക്സ്ട്രാ ആയിട്ട് എന്താ അവർക്ക് കേപ്പബിലിറ്റീസ് ഉണ്ട്. അവരുടെ പ്രായത്തിൽ അല്ലെങ്കിൽ നോർമലി ആ പ്രായത്തിൽ ഒരു ആവറേജ് ഒരു കുട്ടി ചെയ്യുന്നതിലും അധികം കാര്യങ്ങൾ ചെയ്യാൻ ഇൻ്റലക്ച്വലി അവർക്ക് കപ്പാസിറ്റി ഉണ്ട്.
ബാക്ക്വേർഡ് എന്ന് പറഞ്ഞാൽ എന്താ, അവർക്ക് ലാഗിങ് ആണ്. അതായത് അവരുടെ പ്രായത്തിലുള്ള ബാക്കി കുട്ടികൾ, ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ബാക്കിയുള്ള കുട്ടികളുടെ അത്രയും അവർക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റാത്ത കുട്ടികളുണ്ട്. സോ ദേ ആർ ബാക്ക്വേർഡ് സ്റ്റുഡൻസ് എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ സ്ലോ ലേണേഴ്സ് ഇസ് അനദർ ടേം ദാറ്റ് യു കൻ യൂസ് ഫോർ ദിസ് ബാക്ക്വേർഡ് ചിൽഡ്രൻ. ദെൻ മെന്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള കുട്ടികൾ, അവരുടെ IQ വളരെ കുറവായിരിക്കും. ആ ഒരു പ്രായത്തിൽ സാധാരണ കാണേണ്ട IQ-നേക്കാളും വളരെ കുറവായിട്ട് നമുക്ക് കാണാൻ പറ്റും. ക്രിയേറ്റീവ് ആയിട്ടുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് നന്നായിട്ട് വലിയ ഇപ്പോൾ ഒരു പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ്, അവർ നമ്മൾ ചിന്തിക്കാത്ത രീതിയിലുള്ള ഐഡിയാസ് ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്ന കുട്ടികളാണ് ദി ക്രിയേറ്റീവ് ചിൽഡ്രൻ. ദി അണ്ടർ അച്ചീവർ ആരാ? അണ്ടർ അച്ചീവർ എന്ന് പറഞ്ഞാൽ ദേ ആർ ഓൾസോ ഗിഫ്റ്റഡ്. അവർക്ക് നല്ല കപ്പാസിറ്റി ഉണ്ട്, പക്ഷെ ആ കപ്പാസിറ്റിക്ക് അനുസരിച്ച് എന്ത് ചെയ്യുന്നില്ല, ഇവരുടെ പെർഫോമൻസ് വരുന്നില്ല. IQ ഒക്കെ നന്നായിട്ടുണ്ട്, നല്ല കപ്പാസിറ്റി ഉണ്ട്, പക്ഷെ ആ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ടെമ്പററി ആയിട്ട് ചില സിറ്റുവേഷനലി അണ്ടർ അച്ചീവേഴ്സ് ആവുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ചില സമയം നമുക്ക് ചിലപ്പോൾ നമ്മുടെ മൂഡ് ശരിയല്ലായിരിക്കും, ഇമോഷണലി നമുക്ക് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വയ്യ, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്ന പെർഫോമൻസ് കൊടുക്കാൻ സാധിക്കില്ല. ചിലർ ക്രോണിക് ആയിട്ട് അണ്ടർ അച്ചീവേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്. അതായത് കോൺസ്റ്റന്റ്ലി അവരുടെ കഴിവ് അവർ ഉപയോഗിക്കുന്നില്ല, മാക്സിമം അവർക്കുള്ളതിൻ്റെ അത്രയും കപ്പാസിറ്റിയിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പെർഫോം ചെയ്യാൻ പറ്റില്ല. ദേ ആർ അണ്ടർ അച്ചീവേഴ്സ്. ദെൻ വി ഹാവ് ദി ലേണിംഗ് ഡിസേബിൾ നമുക്കറിയാം അല്ലേ. ലേണിംഗ് ഡിസബിലിറ്റീസ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ടീസ് ഉള്ള കുട്ടികളുണ്ട്. അപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റീസ് അല്ലെങ്കിൽ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് എന്ന് പറയുന്നത് ഇറ്റ് സെൽഫ് നമുക്ക് സെറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനായിട്ടുള്ള ഏരിയ ആണ്. അത് നമ്മൾ ഓൾറെഡി നമ്മുടെ ക്ലാസ്സസിൽ നമ്മുടെ യൂട്യൂബിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അല്ലാതെ we have videos on that and live sessions on this area in our course also. So ഇവിടെ ഈ ഒരു ഗ്രൂപ്പിനകത്ത് സിഗ്നിഫിക്കൻ്റ്ലി നമ്മൾ ഈ സെഷനിൽ ഫോക്കസ് ചെയ്യുന്നത് ദി ഗിഫ്റ്റഡ് എന്ന് പറയുന്ന കാറ്റഗറിയാണ്, ദി ഗിഫ്റ്റഡ് ചിൽഡ്രൻ. ഓക്കെ, ബാക്കിയുള്ളവരെ കുറിച്ച് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇതിൻ്റെ ഡീറ്റെയിൽ ക്ലാസ് LMSൽ അവൈലബിൾ ആയിരിക്കും. ആൻഡ് ഓൾസോ വി ഹാവ് ഡിസ്കസ് ദിസ് ഇൻ അവർ ലൈവ് സെഷൻസ് ഓൾസോ. സോ ദി ഗിഫ്റ്റഡ് ചിൽഡ്രൻ ആണ് നമ്മൾ പെർട്ടിക്കുലർലി നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഗിഫ്റ്റഡ് ചൈൽഡ് അല്ലെങ്കിൽ ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ ജനറലി ഉള്ള അവരുടെ മെൻ്റൽ എബിലിറ്റി എന്ന് പറയുന്നത് എന്താ, ഇറ്റ്സ് വെരി ഹൈ. അവർക്ക് സാധാരണയായിട്ട് തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ചില ഏരിയാസിൽ നാച്ചുറലി അവർക്ക് കുറച്ച് കഴിവ് കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെയാണ് നമ്മൾ ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളെന്ന് പറയാം. സോ എനി ചൈൽഡ് ഹു ഇസ് നാച്ചുറലി endowed with a high degree of general mental ability or extraordinary ability in a specific sphere of activity or knowledge. ജനറലി നമ്മളിങ്ങനെ ഈ ഒരു റേഞ്ചിൽ ഈ ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ജനറലി നമുക്ക് ഓൺ ആവറേജ് നമുക്ക് പറയാൻ പറ്റുന്നത് ഇൻ്റലിജൻസ് കോഷ്യൻ്റ് എടുക്കുകയാണെങ്കിൽ IQ എടുക്കുകയാണെങ്കിൽ 130 അതിന് മുകളിലേക്കോ IQ ഉള്ള കുട്ടികളെയാണ് ജനറലി ഈ ഒരു കാറ്റഗറിയെ നമ്മൾ കൺസിഡർ ചെയ്യുക. സോ ഇൻ മോസ്റ്റ് കൺട്രീസ് ദ പ്രിവെയിലിംഗ് ഡെഫിനേഷൻ ആസ് ആൻ ഇൻ്റലിജൻസ് കോഷ്യൻ്റ് ഓഫ് 130 ഓർ എബവ്. സോ ഈ മേഖലയുമായിട്ട് നമുക്ക് സിഗ്നിഫിക്കൻ്റ്ലി അസോസിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ലൂയിസ് എം ടെർമൻ എന്ന് പറഞ്ഞാൽ. ഹീസ് എ വെരി സിഗ്നിഫിക്കൻറ്റ് അമേരിക്കൻ സൈക്കോളജിസ്റ്റ്. നമ്മൾ ഇൻ്റലിജൻസ് ടെസ്റ്റുകളെ കുറിച്ചൊക്കെ പഠിക്കുന്ന സമയത്തും അദ്ദേഹം വളരെ സിഗ്നിഫിക്കൻ്റ് ആണ് അവിടെ. സോ അദ്ദേഹം ഇതിനെക്കുറിച്ചൊരു പഠനം തന്നെ നടത്തിയിട്ടുണ്ട്. 1921 he has initiated a study of more than 1,500 gifted children with IQs higher than 140. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു പഠനം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ ഒരു ഇമ്പോർട്ടൻറ്റ് ഫിഗർ ആയതുകൊണ്ട് നമ്മൾ ആ ഒരു ടേം കൂടി ഇവിടെ നോക്കി എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഗിഫ്റ്റഡ് ചിൽഡ്രൻ ജനറലി എന്താ നമുക്ക് പറയാൻ പറ്റുന്നത്, നാച്ചുറലി അവർക്ക് കുറച്ച് കഴിവ് കൂടുതലായിരിക്കും. അതായത് ഒരു പെർട്ടിക്കുലർ മേഖലയിലോ ഒരു ആക്ടിവിറ്റിയിലോ നാച്ചുറലി ഉള്ളതിനേക്കാളും കപ്പാസിറ്റി ഉള്ള കുട്ടികളെയാണ് നമ്മൾ ഗിഫ്റ്റഡ് എന്ന് വിളിക്കുക.
സോ ഇനി നമ്മൾ നോക്കുന്നത്, നമ്മൾ ആദ്യം ക്വസ്റ്റനിൽ കണ്ടൊരു പോയിന്റാണ്, ഇങ്ങനെയുള്ള കുട്ടികളുടെ ഈ ഗിഫ്റ്റഡ്നെസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ, ഫോസ്റ്റർ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ വാട്ട് കൈൻഡ് ഓഫ് എൻ എഡ്യൂക്കേഷൻ ഇസ് റിക്വയർഡ് ഫോർ ദീസ് കൈൻഡ്സ് ഓഫ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അതിനകത്ത് ആദ്യം യൂഷ്വലി ചെയ്യാൻ സാധിക്കുന്ന ഒരു മെത്തേഡായിട്ട് പറയുന്നത് സെപ്പറേറ്റ് സ്കൂൾസ് ആണ്. അതായത് ഇങ്ങനെയുള്ള കുട്ടികൾക്ക്, ഗിഫ്റ്റഡ് ആയിട്ടുള്ള ചിൽഡ്രന് അവരുടെ എബിലിറ്റീസ്, അവരുടെ സ്പെസിഫിക് ആയിട്ടുള്ള എബിലിറ്റീസും അവരുടെ കഴിവുകളും പൊട്ടൻഷ്യാലിറ്റീസും അതിൻ്റെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ അവർക്ക് സെപ്പറേറ്റ് സ്കൂൾസ് പ്രൊവൈഡ് ചെയ്യുക വിത്ത് ആഡിക്വേറ്റ് ഫെസിലിറ്റീസ്. അപ്പോൾ അവിടെ കൃത്യമായി വളരെ നന്നായി ട്രെയിൻഡ് ആയിട്ടുള്ള, ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യും. ഇത്രയും കഴിവുള്ള കുട്ടികളാണ്. അപ്പോൾ അവരെ മാക്സിമം അവരുടെ എബിലിറ്റീസ് എന്ത് ചെയ്യണം, യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള, ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ അവിടെ അപ്പോയിൻറ്റ് ചെയ്യുക, സോ ദാറ്റ് ദേ കെൻ ഗിവ് the appropriate guidance to these kinds of children. So separate schools ഒരു മെത്തേഡാണ്. സോ ഇതിനെക്കുറിച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഉണ്ട്. ക്രിറ്റിക്കലി ഇതിനെ കാണുന്ന ആളുകളുണ്ട്. ഇങ്ങനെയുള്ള കുട്ടികളെ മാത്രം സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അത് ഇറ്റ് ഷുഡ് ബി ക്രിട്ടിസൈസ്, അല്ലെങ്കിൽ അതൊരു അൺഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ ഇങ്ങനൊരു ഡിഫറൻസിയേഷൻ നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത്, അതായത് ഒരു അരിസ്റ്റോക്രാറ്റിക് മെൻറ്റാലിറ്റി വരുന്നത്, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ അല്ലെങ്കിൽ ഒരു സ്കൂൾ ഇങ്ങനെയുള്ള വളരെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളെ മാത്രം പഠിപ്പിക്കുന്നു, ആൻഡ് ബാക്കിയുള്ള സ്കൂൾസിൽ അല്ലെങ്കിൽ സാധാരണ സ്കൂളിൽ സാധാരണ പിള്ളേർ. ഇറ്റ് ക്യാൻ ആക്ച്വലി ക്രിയേറ്റ് എ ഗൾഫ് ബിറ്റ്വീൻ ദി so-called intellectual or gifted children and these സാധാരണ നോർമൽ കിഡ്സ് അല്ലേ. അപ്പോൾ ഒരു പ്രിവിലേജ്ഡ് അതുപോലെ തന്നെ അൺപ്രിവിലേജ്ഡ് എന്നുള്ള ഒരു കാറ്റഗറൈസേഷൻ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ വേറൊരു വശം, ഇതിൻ്റെ വേറെ നമ്മളൊരു ക്രിട്ടിക്കലി ഈ ഒരു കാര്യത്തെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ. പക്ഷേ ഇവിടെ നമ്മൾ ആ പാർട്ടിലേക്ക് പോകുന്നില്ല. ജനറലി ഗിഫ്റ്റഡ് ചിൽഡ്രൻ്റെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ സെപ്പറേറ്റ് സ്കൂൾ ഇസ് വൺ തിങ്. ദെൻ വി ഹാവ് എബിലിറ്റി ഗ്രൂപ്പിംഗ്. എബിലിറ്റി ഗ്രൂപ്പിങ്ങിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെ കുട്ടികളെ അവരുടെ കഴിവുകൾക്കനുസരിച്ച് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആയിട്ട് തരംതിരിക്കുന്നു. അങ്ങനെ സെപ്പറേറ്റ് ഗ്രൂപ്പ്സിൽ അവർ വർക്ക് ചെയ്യുന്ന ഒരു പരിപാടി. അപ്പം ഒരു ഹോമജനിക് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിലേക്ക് ഓരോ കുട്ടീനെ ആഡ് ഓൺ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് എബിലിറ്റി ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. സോ ഇറ്റ് റെഫേഴ്സ് ടു ദി സെഗ്രിഗേഷൻ ഓഫ് ദ ചിൽഡ്രൻ ഇൻ ഡിഫറെൻറ്റ് നിയർ ഹോമോജിനിയസ് ഗ്രൂപ്പ്സ് അക്കോർഡിംഗ് ടു ദിയർ എബിലിറ്റി. Students with more or less similar background are grouped together in the same section. The children of high ability, of medium ability, and of low ability are kept together in separate groups. When pupils are grouped according to their ability, all gifted children constitute a separate class. Now, learning experiences can be organized and worked out effectively in accordance with their needs and abilities. The teacher can give them advanced subject matter for their study. സോ ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്, എബിലിറ്റി ഓരോ കുട്ടികളുടെയും അവരുടെ കഴിവിനനുസരിച്ച്, ഇപ്പോൾ ഹൈലി ഏബിൾ ആയിട്ടുള്ള കുട്ടികൾ, മീഡിയം എബിലിറ്റി ഉള്ളത്, അതുപോലെ ലോ എബിലിറ്റി ഉള്ളത്, ഇങ്ങനെ നമ്മൾ കുട്ടികളെ എന്താ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആയിട്ട് തിരിക്കുന്നു. അങ്ങനെ ഗ്രൂപ്പ്സ് ആയിട്ട് തിരിച്ച് നമുക്ക് ഡിഫറെൻറ്റ് സെക്ഷൻ ആക്കാം. വേണമെങ്കിൽ വി ക്യാൻ ഗ്രൂപ്പ് ദം ഇൻടു ഡിഫറെൻറ്റ് ക്ലാസ്സസ് ആസ് വെൽ. സോ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളെല്ലാം ഒരു ക്ലാസ്സിൽ വരും. സോ അങ്ങനെയുള്ള കുട്ടികളെ എന്താ, ഇപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പല രീതിയിൽ അല്ലെങ്കിൽ പല ലെവലിൽ എബിലിറ്റി ഉള്ള കുട്ടികൾ പല ക്ലാസ്സിലാകുമ്പോൾ ആ ഓരോ ക്ലാസ്സിനും ആവശ്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് എൻറ്റയർ ആ ഒരു പഠനത്തെ എന്ത് ചെയ്യാൻ പറ്റും, മോണിറ്റർ ചെയ്യാനും അതിനാവശ്യമായിട്ടുള്ള രീതിയിൽ ഗൈഡൻസ് കൊടുക്കാനും ഒക്കെ നമുക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓരോരുത്തരും എന്താണോ റിക്വയർ ചെയ്യുന്നത് ആ രീതിയിൽ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൊടുക്കുക. ഇങ്ങനെ ഒരു പ്രോസസ്സിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിക്കും. അപ്പോൾ ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളുടെ സെഷൻ ആണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം അല്ലേ. അവർക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. ആൻഡ് ഓൾസോ ദിസ് ക്യാൻ ക്രിയേറ്റ് എ very healthy competition among students of each group, but at the same time such segregation deprive the average and slow learners of the help that they may get from the gifted. അപ്പോൾ ഇതിന് രണ്ട് വശങ്ങളുണ്ട്. ഒരു രീതിയിൽ പറഞ്ഞാൽ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് അവരുടെ കേപ്പബിലിറ്റിക്ക് അനുസരിച്ച് ഓരോ സെഷനിലും നമുക്ക് ആവശ്യമായിട്ടുള്ള ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യാം. ആൻഡ് ഓൾസോ ദർ ഷുഡ് ബി എ വെരി ഹെൽത്തി കോമ്പറ്റീഷൻ. നമ്മൾ ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ഒരേ കേപ്പബിലിറ്റി ഉള്ള കുട്ടികളുടെ ഇടയിൽ ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇതിന് മറ്റൊരു വശം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ക്ലാസ്സിൽ എല്ലാ ലെവലിലുള്ള കുട്ടികളുണ്ടെങ്കിൽ, ഇപ്പോൾ സ്ലോ ലേണേഴ്സ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഒരു ആവറേജ് ആയിട്ടുള്ള കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് ഗിഫ്റ്റഡ് ആയിട്ടുള്ള ആളുകളോട് എന്തെങ്കിലും ചെന്ന് ചോദിച്ച് പഠിക്കാനോ അങ്ങനെയുള്ള പോസിബിലിറ്റീസ് ഒക്കെ ഉണ്ട്. ഇവരൊരു ക്ലാസ്സിലാണ്, ഇപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് ഇവരെല്ലാവരും ഒന്നിച്ചൊരു ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങോട്ട് ഈ പിയർ ലേണിംഗ് ഒക്കെ ഒത്തിരി പോസിബിൾ ആവും. പക്ഷേ ഇങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പോസിബിലിറ്റിക്ക് അവിടെ സാധ്യതയില്ലാതെ വരും എന്നുള്ളതിൻ്റെ മറ്റൊരു വശം. ഓക്കെ, നൗ വി ഹാവ് ആക്സിലറേഷൻ ഓർ ഡബിൾ പ്രൊമോഷൻ. സോ ആക്സിലറേഷൻ ഓർ ഡബിൾ പ്രൊമോഷൻ്റെ ഈ ഒരു തോട്ട് എവിടെ നിന്നാണ് വരുന്നത്? ഇപ്പോൾ ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ച് എബിലിറ്റി കൂടുതലാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ പെട്ടെന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ അവർക്ക് പഠിച്ചു തീർക്കാനായിട്ട് സാധിക്കും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടീനെ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പം ഒരു കുട്ടി 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു, ആ 5th സ്റ്റാൻഡേർഡിൻ്റെ ഒരു പകുതി ആയപ്പോൾ തന്നെ 5ാം ക്ലാസ്സിൽ പഠിച്ചു തീർക്കേണ്ട കാര്യങ്ങളെല്ലാം കുട്ടി പഠിച്ചു തീർത്തെങ്കിൽ ആ കുട്ടീനെ ഉടനെ തന്നെ 6th സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ മാറ്റാം. അല്ലെന്നുണ്ടെങ്കിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് നല്ല കപ്പാസിറ്റി ഉണ്ട്, 7th ഗ്രേഡിൽ ഇരിക്കാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ അത്രയും കാര്യങ്ങൾ ആ കുട്ടിക്ക് അറിയാമെങ്കിൽ കുട്ടിക്ക് ഡബിൾ പ്രൊമോഷൻ കൊടുക്കാം. 5ലിരിക്കുന്ന കുട്ടീനെ നേരെ 7th പ്രൊമോട്ട് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ ഗിഫ്റ്റഡ് ചിൽഡ്രന് വേണ്ടി ചെയ്യാം എന്നുള്ളതാണ് ആക്സലറേഷൻ അല്ലെങ്കിൽ ഡബിൾ പ്രൊമോഷനിൽ ഫോക്കസ് ചെയ്യുന്ന കാര്യം. So acceleration refers to the speeding up of instruction. Gifted children are fast learners and require little repetition of information. Acceleration is a process by which the progress of the child is geared to a higher level. He is either promoted to the next higher grade in mid-session without completing the prescribed full term or allowed to skip a grade at the end of the course. So അവർക്ക് ഈ ഗിഫ്റ്റഡ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് പെട്ടെന്ന് പഠിക്കാം, അവർക്ക് കൂടുതൽ റെപ്പിറ്റേഷൻ്റെ ആവശ്യമൊന്നുമില്ല. സോ പെട്ടെന്ന് തന്നെ അവർ കാര്യങ്ങൾ പഠിക്കും. സോ ഒന്നെങ്കിൽ എന്താ അവരുടെ ഒരു പ്രോഗ്രസ്സിനെ നമ്മളൊന്ന് ഗിയർ അപ്പ് ചെയ്യാണ് ടു ദി നെക്സ്റ്റ് ലെവൽ. ഇത് വി ക്യാൻ പ്രൊമോട്ട് ദം ടു ദി നെക്സ്റ്റ് ലെവൽ. അതായത് ഒരു ക്ലാസ്സിൻ്റെ പകുതിയിൽ ഒരു മിഡ് സെഷനോട് കൂടി അവരെ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ഒരു ക്ലാസ് സ്കിപ്പ് ചെയ്തിട്ട് അവരെ അടുത്ത് ഇപ്പോൾ 5th പഠിക്കുന്ന കുട്ടി അത്ര കപ്പാസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ he or she can actually skip 6th standard and then directly go to the 7th grade. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് ആക്സിലറേഷൻ ഓർ ഡബിൾ പ്രൊമോഷൻ. ഇതൊക്കെ ഈ ഗിഫ്റ്റഡ്നെസ് ഫോസ്റ്റർ ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ്. ഓക്കെ, ദെൻ വി ഹാവ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം. എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എൻറിച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പെർട്ടിക്കുലർ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു ഇൻക്രീസ്ഡ് ഡെപ്ത് ഉള്ളൊരു സ്റ്റഡി അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. സോ ഇങ്ങനെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ റെഗുലർ കാരിക്കുലം അവർ വളരെ വേഗം തന്നെ അവർക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. സോ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉള്ള സ്ഥിതിക്ക് എന്തുകൊണ്ട് അവർക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തുകൂടാ? സോ ദാറ്റ് ഈസ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം. സോ ഇവിടെ അവർക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വർക്ക്സ് കൊടുക്കുന്നു, എക്സ്ട്രാ ആക്ടിവിറ്റീസ് കൊടുക്കുന്നു. സോ അവരുടെ ക്രിയേറ്റീവ് തിങ്കിങ്ങിനെയൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഗിഫ്റ്റഡ് ചിൽഡ്രന് കൊടുക്കാം. അതാണ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം കൊണ്ട് ബേസിക്കലി നമുക്ക് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അഡ്വാൻസ് ലെവലിലേക്ക് അവരെ വളർത്തിക്കൊണ്ട് വരാം. ഇതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉത്തരവാദിത്തങ്ങൾ അവർക്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്കൂളിലൊക്കെ ആണെങ്കിൽ ഡിഫറെൻറ്റ് ക്ലബ്സ് ഒക്കെ ഉണ്ടാവും. വി മൈറ്റ് ഹാവ് ദിസ് ആർട്സ് ക്ലബ്, സയൻസ് ക്ലബ്, സ്പോർട്സ് ക്ലബ്, ഡിബേറ്റിംഗ്, അങ്ങനത്തെ ക്ലബ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള എന്താ പറയുക റെസ്പോൺസിബിലിറ്റീസ് അവർക്ക് കൊടുക്കാം. സോ ദാറ്റ് ദേ കെൻ ഓൾസോ തിങ്ക് അബൌട്ട് ദിസ്. ആ ക്ലബിൻ്റെ മൊത്തത്തിലുള്ള പ്രവർത്തനത്തിനെയൊക്കെ അവർക്ക് കുറച്ചുകൂടെ നന്നായിട്ട് അവർക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനൊക്കെ ചിലപ്പോൾ സാധിച്ചേക്കാം. അപ്പോൾ അതൊരു എക്സാമ്പിളാണ് ഇങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുക എന്നുള്ളത്. അതുപോലെ എൻറിച്ച്മെന്റ് പ്രോഗ്രാംസ് എന്തെങ്കിലുമൊക്കെ സ്കീമുകൾ അവർക്ക് വേണ്ടി കൊണ്ടുവരുന്നത് നന്നായിരിക്കും. ദെൻ വി ഹാവ് ദ ട്രിപ്പിൾ ട്രാക്ക് പ്ലാൻ. ഈ ട്രിപ്പിൾ ട്രാക്ക് പ്ലാൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ സിമിലർ സിലബസ് ആണ് എല്ലാവർക്കും യൂട്ടിലൈസ് ചെയ്യുന്നത്, പക്ഷേ വിൽ ബി ഹാവിങ് 3 ഡിഫറെൻറ്റ് പ്ലാൻസ്. അതിൻ്റെ ഒരു പേസ് ഡിഫറെൻ്റ് ആയിരിക്കും. സോ എല്ലാവർക്കും ഒരേ സിലബസ് ആണ്. അപ്പം സാധാരണ ആവറേജ് ആയിട്ടുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സിലബസ് പഠിക്കാൻ നോർമലി എടുക്കുന്ന സമയം എത്രയാണോ അത്രയും നമ്മൾ ആ കുട്ടിക്ക് അത് കവർ ചെയ്യാൻ കൊടുക്കുന്നു. പിന്നെ കുറച്ച് പഠിക്കാനൊക്കെ അല്ലെങ്കിൽ നമ്മൾ സ്ലോ ലേണേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താ കുറച്ച് എക്സ്ട്രാ ലാർജ് പീരീഡ് ഓഫ് ടൈം വി നീഡ് ടു ഗിവ് ദം. ആൻഡ് ഗിഫ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് എന്താ ഷോർട്ടർ പീരീഡ് മതി കമ്പയർ ടു ആവറേജ് ചിൽഡ്രൻ. അവർ കുറച്ചുകൂടെ നന്നായിട്ട് സ്പീഡപ്പ് ആയിട്ട് അവർ പഠിക്കും. സോ ട്രിപ്പിൾ ട്രാക്ക് പ്ലാനിൽ വി ആർ ആക്ച്വലി ഒരു ഫ്ലെക്സിബിളായിട്ട് കുട്ടികൾക്ക് ഫ്ലെക്സിബിളായി ടൈം അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാൻ, അതാണ് ട്രിപ്പിൾ ട്രാക്ക് പ്ലാൻ എന്ന് പറഞ്ഞത്. സോ ആവറേജ് ചിൽഡ്രൻ വിൽ ബി ടേക്കിംഗ് ദ നോർമൽ പീരീഡ്. സ്ലോ ലേണേഴ്സ് ആണെങ്കിൽ ദേ മൈറ്റ് നീഡ് എ ലിറ്റിൽ മോർ ടൈം. പിന്നെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള നല്ല ഗിഫ്റ്റഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ദേ മൈറ്റ് ടേക്ക് ലിറ്റിൽ ദ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം കമ്പയർഡ് ടു ദ ആവറേജ് വൺ. സോ ആ രീതിയിൽ യൂണിഫോം സിലബസിനെ തന്നെ നമ്മൾ പല രീതിയിൽ പല പേസിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു പ്ലാനാണ് ട്രിപ്പിൾ ട്രാക്ക് പ്ലാൻ എന്ന് പറയുന്നത്. ദെൻ വി ഹാവ് ദ സമ്മർ സ്കൂൾസ്. സമ്മർ സ്കൂൾസ് എന്ന് പറഞ്ഞാൽ എന്താ, സമ്മർ വെക്കേഷൻ്റെ ഒക്കെ സമയത്ത് ഇങ്ങനെ അക്കാഡമിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഡിഫറെൻറ്റ് സ്കൂളുകളിലുള്ള അക്കാഡമിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് എന്തെങ്കിലും ഒരു പരിപാടികൾ കണ്ടക്ട് ചെയ്യാം. സോ ദാറ്റ് ഇങ്ങനെ ടാലൻറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ ഓരോ സ്കൂളിൽ നിന്നും സെലക്ട് ചെയ്തിട്ട് അവരൊന്നിച്ച് വന്ന് എന്തെങ്കിലും ഒരു ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നു. സോ അവർക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസും അവരെ ട്രെയിൻ ചെയ്യാനായിട്ടുള്ള ആളുകളെയൊക്കെ എന്ത് ചെയ്യുക നമ്മളവിടെ കൊടുക്കുക. സോ സമ്മർ സ്കൂൾസ് ബേസ് സമ്മർ വെക്കേഷനിൽ നടത്തപ്പെടുന്ന ഇങ്ങനത്തെ ആക്ടിവിറ്റീസ്. അപ്പം ഇങ്ങനെ ഡിഫറെൻറ്റ് സ്കൂൾസിൽ നിന്ന് അക്കാഡമിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾ അവർ ഒന്നിച്ച് വരും. ദേ കം ടുഗെദർ, ദേ സ്റ്റഡി തിങ്സ്, ദേ സ്പെൻഡ് ടൈം ടുഗെദർ. അവർക്ക് വായിക്കാനും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടാനായിട്ടുള്ള അവസരങ്ങളൊക്കെ കൊടുക്കാം. So that is with summer school. So these are some of the important ways or things that we can do in order to foster the giftedness of these children. അല്ലെങ്കിൽ education for the gifted children എന്ന് പറയുമ്പോൾ these are the various things that we can
consider. So coming back to the question, നമ്മൾ ഓൾറെഡി ആദ്യം കണ്ട ജൂലൈ 2023 ചോദിച്ച ക്വസ്റ്റനിൽ we need to identify the correct statements related to fostering giftedness. ഓപ്ഷൻസ് നിങ്ങൾ നോക്കിയേ, സെപ്പറേറ്റ് സ്കൂൾസ്, എബിലിറ്റി ഗ്രൂപ്പിംഗ്, ട്രിപ്പിൾ ട്രാക്ക് പ്ലാൻ ആൻഡ് ഡബിൾ പ്രൊമോഷൻ. സോ ഓൾ ദീസ് ഓപ്ഷൻസ്, ഈ 4 ഓപ്ഷൻസും അല്ലെങ്കിൽ 4 സ്റ്റേറ്റ്മെന്റ്സും നമുക്ക് ഗിഫ്റ്റഡ്നെസ് ഫോസ്റ്റർ ചെയ്യാൻ ഉപയോഗിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. So in that respect, which is the right answer? 1, 2, 3 and 4 only. That is option D, right? So the right answer is option D. So ഈ സെഷനിൽ ബേസിക്കലി നമ്മൾ ഗിഫ്റ്റഡ് ചിൽഡ്രൻ അല്ലെങ്കിൽ ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് എന്ന് പറയുന്നൊരു ഐഡിയ ആണ് ഡിസ്കസ് ചെയ്തതെങ്കിൽ പോലും പ്രധാനമായിട്ട് നമ്മളൊരു ഏരിയനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളൊരു കാര്യം കൂടിയാണ് പറഞ്ഞത്. സോ നമുക്കൊരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു സിലബസ് എടുക്കുന്ന സമയത്ത് അതിനെ ഒന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ബേസിക്കലി ഈ ഒരു ക്വസ്റ്റ്യൻ ഇറ്റ്സ് അബൌട്ട് ഫോസ്റ്ററിങ് ഗിഫ്റ്റഡ്നെസ്. പക്ഷേ ആ ഫോസ്റ്ററിങ് ഗിഫ്റ്റഡ്നെസ് എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ വി ഷുഡ് ഹാവ് എൻ ഐഡിയ അബൌട്ട് വാട്ട് ദിസ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ ഇസ് ഓൾ അബൌട്ട്. ആൻഡ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ ദേ കംസ് ആസ് എ പാർട്ട് ഓഫ് ദി ഇന്റലക്ച്വലി എക്സെപ്ഷണൽ ചിൽഡ്രൻ. അങ്ങനെയാണെങ്കിൽ എന്താണ് എക്സെപ്ഷണൽ ചിൽഡ്രൻ? ഈ ഇന്റലക്ച്വലി എക്സെപ്ഷണൽ എന്ന് പറയുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ സാധിക്കുന്ന വേറെ ഗ്രൂപ്പ്സ് ഉണ്ടോ, ഈ രീതിയിലൊരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വേണം. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ യു ലേൺ തിങ്സ്, ദിസ് ഈസ് ഹൗ യു എക്സ്പാൻഡ് ദ നോളജ് സ്പെക്ട്രം. നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള ആ നോളജ് സ്പിയർ ഇങ്ങനെ നിങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കാം. സോ ദാറ്റ് ഇസ് വാട്ട് വി നീഡ്. ആൻഡ് ഇങ്ങനെ പഠിക്കുമ്പോൾ നാളെ ചിലപ്പോൾ ഇതിൽ നിന്നൊരു എക്സ്റ്റെൻഡഡ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിൽ എക്സ്പെക്ട് ചെയ്യാനും സാധിക്കും. സോ ദിസ് ഈസ് ഹൗ യു നീഡ് ടു ഫോക്കസ് ഓൺ യുവർ ലേണിംഗ് വെൻ ഇറ്റ് കംസ് ടു ദിസ് കോമ്പറ്റേറ്റീവ് കൈൻഡ് ഓഫ് എക്സാംസ്. സോ ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ആസ്പെക്റ്റും അതിൻ്റെ കൂടി ഒരു ഏരിയ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇങ്ങനെയുള്ള രീതികളിൽ നിങ്ങൾക്ക് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് നമ്മുടെ കോഴ്സസിനെ കുറിച്ച് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പരിഗണിക്കാം. അതിനെക്കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതെല്ലാം നിങ്ങൾ സെൽഫ് പ്രിപ്പറേഷൻ ഓപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്, പക്ഷേ ഇങ്ങനെയുള്ള മെറ്റീരിയൽസോ ക്ലാസ്സസോ ഒക്കെ കിട്ടിയാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദിസ് വീഡിയോ. സോ താങ്ക് യു സോ മച്ച് ആൻഡ് ഹാപ്പി ലേണിംഗ്.